മുതലാളിമാരുടെ പണം കൊണ്ട് പാർട്ടിയുടെ നിലപാടിൽ വെള്ളം ചേർക്കാൻ തയ്യാറാകില്ല എന്ന് CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറയുന്നു. അതായത് ലുലു ഗ്രൂപ്പിൻ്റെ ഒരു മോളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ തൃശ്ശൂരിലെ ഒരു പാടത്ത് അല്ലെങ്കിൽ ആ പാടം നിന്നിരുന്ന ഭാഗത്ത് നടത്താൻ പോകുന്നു. പക്ഷേ അതിനെതിരെ CPIയുടെ ഒരു പ്രാദേശിക നേതാവ് കോടതിയിൽ കൊണ്ടൊരു പരാതി കൊടുക്കുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് വലിയ ചർച്ചകൾ നടക്കുന്നു. എന്നിട്ട് പറയുന്നു നമ്മൾ ഏത് പക്ഷത്ത് നിൽക്കണം, നമ്മൾ എങ്ങനെ നിലപാട് സ്വീകരിക്കണം എന്നൊക്കെ പാർട്ടി സെക്രട്ടറിയോട് ചോദിക്കണം. മാത്രമല്ല CPM ഈ മുതലാളിയുടെ പക്ഷത്താണെന്ന് കൂടി പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോഴാണ് ബിനോയ് വിശ്വം പറയുന്നത്, നമുക്ക് പണം വേണമായിരിക്കും, പക്ഷേ എപ്പോഴും ജനങ്ങൾക്കൊപ്പമായിരിക്കണം, പരിസ്ഥിതിക്കൊപ്പമായിരിക്കണം. ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ? അല്ല, പണം ജനങ്ങളിൽ നിന്ന് പിരിക്കാം. പണം ജനങ്ങളിൽ നിന്ന് പിരിക്കാം. ജനങ്ങളുടെ അടുത്ത് എന്നാൽ മതി, ജനങ്ങൾ എത്ര പണം കൊടുക്കാൻ തയ്യാറാണ്. പക്ഷേ ജനങ്ങൾക്ക് ആവശ്യമുള്ള രാഷ്ട്രീയമായിരിക്കണം ആ പാർട്ടിയോ പ്രസ്ഥാനമോ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. ഇപ്പം ഇവിടുത്തെ വിഷയം എന്ന് പറഞ്ഞാൽ ഗൗരവമുള്ളൊരു വിഷയമാണ്. കേരളത്തിൻ്റെ രാഷ്ട്രീയം എങ്ങനെ ആയിരിക്കണം എന്നത് തീരുമാനിക്കുന്നതിൽ നിർണായകമായ ഒരു ശക്തിയായിട്ട് നമ്മളുടെ ലുലു മോളോ അദ്ദേഹത്തിൻ്റെ ഉടമയോ മാറിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അദ്ദേഹം പറയുന്നത് കേൾക്കുന്നവരായി കേരളത്തിലെ രാഷ്ട്രീയക്കാരെല്ലാവരും മാറി. ആ രാഷ്ട്രീയ പാർട്ടികൾക്ക് ആവശ്യമുള്ള പണം മുഴുവൻ കൊടുക്കാനായിട്ട് അദ്ദേഹം തയ്യാറാണ്. അതുകൊണ്ട് കേരളത്തിൽ എവിടെയും ലുലു മോൾ എന്ത് ചെയ്യാം, ആരംഭിക്കാം. അപ്പോൾ തൃശ്ശൂർ എന്താ ഇല്ലാത്തത്? തൃശ്ശൂർ എന്താ ഇല്ലാത്തതെന്ന് പറയുന്നതിന് വലിയൊരു ചോദ്യമുണ്ട്. അതെ, സ്വന്തം ജില്ലയിൽ തനിക്കൊരു ലുലു മാൾ നിർമ്മിക്കാനായിട്ട് പറ്റില്ലേ എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു അവകാശവാദവും അതേപോലെ തന്നെ ബേസിക് ക്വസ്റ്റ്യനുമാണ്. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് സ്ഥാപിക്കുന്നതിന് വേണ്ടി തൃശ്ശൂർ കണ്ടെത്തിയിരിക്കുന്നത് ഒരു പാടമാണ്. ആ പാടം നികത്തി കഴിഞ്ഞാൽ വലിയ പരിസ്ഥിതി പ്രത്യാഘാതം ഉണ്ടാകും. നീർത്തടം നികത്തുന്നതിനെതിരെയാണ് നമ്മളുടെ നിലവിലുള്ള നിയമം. അച്യുതാനന്ദൻ വളരെ ശക്തമായിട്ട് കൊണ്ടുവന്നൊരു നിയമമാണ്. അതിൽ വെള്ളം ചേർക്കപ്പെട്ടിട്ടുണ്ടെന്നുള്ളത് ശരിയാണെങ്കിലും അതങ്ങനെ ഒരു സംഭവം അവിടെ നിലനിൽക്കുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് തൃശ്ശൂരിലെ CPIയുടെ പ്രാദേശിക പാർട്ടി നേതാവ് ഒറ്റയ്ക്ക് സമരം ചെയ്യാൻ പറ്റാത്തതിൻ്റെ പേരിൽ അദ്ദേഹം ഒറ്റയ്ക്ക് കേസ് നടത്താൻ തീരുമാനിച്ചു. അദ്ദേഹം ഹൈക്കോടതിയിൽ കൊണ്ടുപോയി കടലാസ് കൊടുത്തു. അപ്പോൾ ഈ നീർത്തടം എന്ന് പറയുന്നത് നികത്തുക എന്ന് പറയുന്നതിനെ കൊടി കാണിക്കാൻ ഹൈക്കോടതിക്ക് കഴിയാതെ അങ്ങനെ തൽക്കാലം ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പണി ഇങ്ങനെ സ്റ്റക്കായി നിൽക്കുകയാണ് ചെയ്യുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ വാദപ്രതിവാദങ്ങൾ നടക്കുകയും ആ വാദപ്രതിവാദങ്ങളുടെ ഒരു മറുപടി പ്രയോഗമാണ് ബിനോയ് വിശ്വം കഴിഞ്ഞ ദിവസം പത്രപ്രവർത്തകരുടെ മുന്നിൽ നടത്തിയതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൽ അദ്ദേഹം പറയുന്ന കാര്യം എന്ന് വെച്ചാൽ CPIക്കൊരു നിലപാടുണ്ട്, CPIക്ക് ഒരു രാഷ്ട്രീയമുണ്ട്, CPIക്ക് ഒരു പ്രത്യയശാസ്ത്രമുണ്ട്. അത് മാറ്റാനായിട്ട് പറ്റില്ല. CPIക്ക് CPI ആയി ഇരിക്കാൻ പറ്റുള്ളൂ. CPM ആകാൻ പറ്റില്ല. CPM അങ്ങനെയാണെന്നോട് CPM മോശമാണെന്നുള്ള അർത്ഥം. അതായത് CPM എന്തുവാം, ആര് പണം കൊടുത്തു കഴിഞ്ഞാലും അതിനനുസരിച്ച് അവരവരുടെ നയം മാറ്റും എന്ന ഒരു വ്യാഖ്യാനം യഥാർത്ഥത്തിൽ ബിനോയ് വിശ്വത്തിൻ്റെ ഈ പ്രസ്താവനയ്ക്കകത്തുണ്ട്. പക്ഷേ ബിനോയ് വിശ്വം അങ്ങനെ ഉദ്ദേശിച്ചായിരിക്കില്ല അത് പറഞ്ഞ നേരത്തെ അദ്ദേഹത്തിൻ്റെ. ഇനിയിപ്പോൾ നാളെ നമ്മൾ ഇത് വിശദീകരണം ചോദിച്ചു കഴിഞ്ഞാൽ മറ്റൊരു രീതിയിലായിരിക്കും വിശദീകരണം. കാരണം CPM എന്താണ് എന്ന് പറയേണ്ടത് CPI അല്ല എന്ന ഒരു പ്രശ്നമുണ്ടല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ട് അദ്ദേഹം പറയും, ഞാൻ അങ്ങനെയല്ല അത് ഉദ്ദേശിച്ചത്, ഞങ്ങളുടെ നിലപാട് ഇതാണ്, അത് ഞങ്ങൾക്ക് പറയാനുള്ള അവകാശമുണ്ടല്ലോ, അത് ഞങ്ങൾ പറയുന്നു, അതുകൊണ്ട് ഞങ്ങൾ ഇതിനകത്ത് മാറില്ല എന്ന ഒരു കാഴ്ചപ്പാട് അദ്ദേഹം കൃത്യമായിട്ട് വെക്കുന്നുണ്ട്. അതായത് ജനങ്ങളുടെ പ്രശ്നങ്ങൾ, പരിസ്ഥിതി, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. 21ാം നൂറ്റാണ്ടിൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് പരിസ്ഥിതി രാഷ്ട്രീയമാണ്. പരിസ്ഥിതി സംരക്ഷിച്ചില്ലെങ്കിൽ മനുഷ്യൻ്റെ ആവാസ വ്യവസ്ഥ എന്ന് പറയുന്നത് തകർന്ന് തരിപ്പണമാകും. അതുകൊണ്ട് 21ാം നൂറ്റാണ്ടിനെ അഭിസംബോധന ചെയ്യുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ മുഖ്യ ജോലി എന്ന് പറയുന്നത് പരിസ്ഥിതി സംരക്ഷണം ആയിരിക്കണം എന്നുള്ളതാണ്. പക്ഷേ ഇവിടെയുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലുലു ഗ്രൂപ്പിനെ പിണക്കാൻ കേരളത്തിൽ ഏത് പാർട്ടി ആണ് തയ്യാറാവുക? ആരും തയ്യാറാവില്ല. അവിടെയാണ് വിഷയം. പാരിസ്ഥിതിക പ്രശ്നം ചൂണ്ടിക്കാട്ടി CPIയുടെ ഒരു പ്രാദേശിക നേതാവ്, ഒരു മുകുന്ദനാണ് കോടതിയെ സമീപിച്ചത്. അപ്പോൾ ഈ പ്രാദേശിക നേതാവ് സമീപിച്ചില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ജില്ലാ നേതൃത്വം അതിന് വഴങ്ങിക്കൊടുക്കുമായിരുന്നു എന്നുള്ളൊരു സാധനമുണ്ട്. കാരണം CPIയുടെ മന്ത്രിമാർ പരിസ്ഥിതിക്ക് അനുകൂലമായിട്ട് നിൽക്കുന്നു, അല്ലെങ്കിൽ ഇത്തരത്തിൽ ജനങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നു എന്നുള്ളൊരു ഇമേജ് ഉണ്ട് എന്നാണ് കാലാകാലങ്ങളായിട്ട് കേരളം കണ്ടതും മനസ്സിലാക്കിയതും. പക്ഷേ ഇപ്പോഴത്തെ മന്ത്രിമാർ അങ്ങനെ തന്നെയാണോ എന്ന് ജനങ്ങൾക്ക് മാത്രമല്ല പാർട്ടി പ്രവർത്തകർക്ക് പോലും സംശയമുണ്ട്. അതുകൊണ്ടാണ് ഈ താഴെ തട്ടുള്ള ഒരു പ്രവർത്തകന് ഈ പരിസ്ഥിതിയെ സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കാൻ പോയത്. എന്തുകൊണ്ടാണ് പാർട്ടി പോലും ആലോചിക്കാതെ അങ്ങനെ പോയത്? ഇനിയിപ്പോൾ ബിനോയ് വിശ്വത്തിന് പറയാൻ കഴിയുന്നത് എന്താ, ഇത് ഞങ്ങളുമായിട്ട് ആലോചിച്ചിട്ട് അങ്ങനെയാണ് കോടതിയിലേക്ക് പോയത് എന്നൊക്കെ വരുത്തി തീർക്കേണ്ട ഒരു അവസ്ഥയില്ലേ?
പലപ്പോഴും പാർട്ടിയിലെ പ്രാദേശിക പ്രവർത്തകരും അതേപോലെ തന്നെ ഉയർന്ന നേതാക്കളും തമ്മിൽ നിരന്തരമായ സംഘർഷം നിലനിൽക്കുന്നുണ്ട്. CPIയിൽ മാത്രമല്ല CPMലും അതുണ്ട്, കോൺഗ്രസ്സിലും അതൊക്കെ ഉണ്ടാവും എന്നാണ് എനിക്ക്. ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പാർട്ടികൾ എന്താണ് യഥാർത്ഥത്തിൽ ജനങ്ങളുടെ മുന്നിലേക്ക് വരുന്ന സമയത്ത് അവരെ പഠിപ്പിക്കുന്നത്. ആ പഠിപ്പിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പിന്നീട് നേതൃത്വം മാറിപ്പോകുന്നുണ്ട്. നേതൃത്വം മാറിപ്പോകുമ്പോൾ ഈ സാധാരണക്കാരായിട്ടുള്ള ആൾ ചോദിക്കും, സഖാവേ അന്ന് പറഞ്ഞത് ഇങ്ങനെ ആയിരുന്നില്ല. അപ്പോൾ നേതൃത്വം പറയും, അതെ അന്ന് പറഞ്ഞാൽ അങ്ങനെ ആയിരുന്നില്ല, കാലം മാറി, കാലത്തിനനുസരിച്ച് നമുക്ക് മാറേണ്ട സഹായം അങ്ങനെ മാറുകയാണ് എന്ന് പറഞ്ഞിട്ട് അവരവരുടെ അഭിപ്രായം അടിച്ചേൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇത് കുറേ പ്രാവശ്യം കേട്ട് കഴിയുമ്പോൾ ഈ താഴെ തട്ടിലുള്ള പ്രാദേശിക സഹാക്കൾക്ക് അല്ലെങ്കിൽ പ്രവർത്തകർക്ക് അത് മുഴുവൻ അവർക്ക് വിഴുങ്ങാൻ തോന്നുന്നില്ല. അങ്ങനെ വിഴുങ്ങാൻ പറ്റാത്തതിൻ്റെ ഫലമായിട്ടാണ് ഇവിടെ ഒരു സഹാവും രണ്ടും കൽപ്പിച്ച് ഹൈക്കോടതിയിലേക്ക് പോയത്. അങ്ങനെ അവിടെ കടലാസ് കൊടുത്തിരിക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ ബഹുഭൂരിപക്ഷം ആളുകളും സമൂഹവും എന്താണ് പറയുന്നത്, തൃശ്ശൂരിൻ്റെ വികസനം മുടക്കിയാണ് ഇവൻ എന്നല്ലേ പറയുള്ളൂ. അതെ, വികസനം മുടക്കി എന്ന് പറയുന്ന ഒരു പോസ്റ്റർ അവന് കിട്ടി, അല്ലെങ്കിൽ അവന് അങ്ങനെ ഒരു നെറ്റിപ്പട്ടം കിട്ടി, അവനെ ചുവന്നുകൊണ്ട് നടക്കേണ്ട ഗതികേടിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ നമ്മുടെ സർക്കാരും അതേപോലെ തന്നെ സംവിധാനങ്ങളും ചെയ്യേണ്ടത്? സർക്കാരും സംവിധാനങ്ങളും ചെയ്യേണ്ടത് വരാൻ പോകുന്ന കാലത്തിനനുസരിച്ച് പരിസ്ഥിതിയെ കാത്തു സൂക്ഷിക്കുക എന്നുള്ളതാണ്. അതിനെന്ത് നിലപാടാണ് എടുക്കേണ്ടത്? ആ നിലപാടാണ് ലുലുവിൻ്റെ കാര്യത്തിൽ പോലും എടുക്കേണ്ടത് എന്ന തിരിച്ചറിവ് പ്രാദേശിക സഹാക്കൾ അവരെ ബോധ്യപ്പെടുത്തുകയാണ് ചെയ്യുന്നത്, അല്ലേ? കാരണം നേതാക്കൾക്ക് ശരിയായ കാഴ്ചപ്പാടില്ല. അപ്പോൾ കാഴ്ചപ്പാടില്ലാത്ത നേതാക്കൾക്ക് കാഴ്ചപ്പാടുണ്ടാക്കി കൊടുക്കുന്ന ഒരു പ്രക്രിയ കൂടിയായി ഈ പ്രാദേശിക സഹാക്കളുടെ ഇടപെടൽ മാറിയിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ ബിനോയ് വിശ്വം പറയുന്ന പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനം ഈ അടുത്ത മാസം നടക്കാനായിട്ട് പോവാണ്. ഈ സംസ്ഥാന സമ്മേളനം നടക്കുമ്പോൾ പരിസ്ഥിതി പ്രശ്നങ്ങളിൽ പാർട്ടിയുടെ കാഴ്ചപ്പാട് എന്താണെന്ന് ആ സമ്മേളനത്തിൽ അവതരിപ്പിക്കും. അതുമായി ബന്ധപ്പെട്ട ചില കരട് പ്രമേയ റിപ്പോർട്ടൊക്കെ തയ്യാറാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നടന്ന സമ്മേളനത്തിലാണ് ഈ വിഷയം ഉന്നയിച്ചു വന്നത്. അപ്പോൾ പരിസ്ഥിതി പ്രശ്നത്തിൽ ഇടപെട്ടിരുന്ന P. പ്രസാദ് എന്ന് പറയുന്ന മന്ത്രി, അതുപോലെ അനിൽ എന്ന് പറയുന്ന മന്ത്രി, ഇവരുടെയൊക്കെ നിലപാട് ഇപ്പോൾ എന്താണ് ആർക്കും അറിയില്ല. കാരണം ഒന്ന്, പിണറായി വിജയൻ സർക്കാരിൻ്റെ മന്ത്രിമാർ ആരൊക്കെയാണെന്ന് പോലും ആളുകൾക്ക് അറിയാൻ പാടില്ലാത്ത സ്ഥിതിയുണ്ട്. എന്നുവെച്ചാൽ അത്രമാത്രം അവർ നിശബ്ദരാക്കപ്പെടുകയോ അത്രമാത്രം അവർ നിഴലിലാക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. അവരറിയാതെയോ, ചിലപ്പോൾ അവരറിഞ്ഞായിരിക്കും, ചിലപ്പോൾ അറിയാതെ ആയിരിക്കും, നമുക്കറിയില്ല. എന്തായാലും വാർത്തകളിലൊന്നും അവരില്ല. ഒരു വിഷയത്തിലും ഇടപെടുന്ന ഒരു സമീപനവും പല ഘട്ടങ്ങളിലും അവരുടെ ഭാഗത്തുനിന്നുണ്ടാകും. എന്നാൽ പൊതുവെ ഇടതുപക്ഷത്തിൻ്റെ ഒരു കാഴ്ചപ്പാടെന്ന നിലയ്ക്ക് എല്ലാവരും അംഗീകരിക്കുന്ന വിഷയങ്ങളിൽ അവരൊക്കെ എന്ത് ചെയ്യും, ശക്തമായിട്ട് ഇടപെടുന്നതാണ്. ഇപ്പോൾ രാജനൊക്കെ വളരെ ശക്തമായിട്ട് പല കാര്യങ്ങളിൽ ഇടപെടുന്ന നമുക്ക് കാണാം. പ്രസാദിൻ്റെ കാര്യമൊക്കെ അങ്ങനെ അല്ലാത്ത വിമതത്വം സ്വീകരിക്കപ്പെടേണ്ടത് വിഷയങ്ങൾ വരുന്ന സമയത്ത് അവർ പലപ്പോഴും പിൻവാങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. കാരണം അങ്ങനെ വിമതനായിട്ട് മുദ്രയടിക്കപ്പെട്ടാൽ പിന്നീട് അവന് ഭാവിയില്ല എന്നുള്ളതാണ്. അപ്പോൾ സ്വന്തം ഭാവി വെറുതെ കെട്ടിത്തൂക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് അവർ എതിരഭിപ്രായങ്ങളെ അല്ലെങ്കിൽ വിമത അഭിപ്രായങ്ങളെ എന്ത് ചെയ്യുന്നു, ഞെക്കിക്കൊല്ലുന്നു. ഇതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് അവർ നിശബ്ദരായിരിക്കുകയും അവരെക്കുറിച്ചുള്ള വാർത്തകൾ പത്രങ്ങളിൽ ചർച്ച ചെയ്യപ്പെടാതെ പോവുകയും ചെയ്യും. എന്തായാലും ഈ CPIക്ക് CPM ആകാനാകില്ല എന്നുള്ള ബിനോയ് വിശ്വത്തിൻ്റെ ഈ പ്രസ്താവന ഈ CPIയുടെ സംസ്ഥാന സമ്മേളനത്തിൽ എങ്ങനെയായിരിക്കും ചർച്ച ചെയ്യപ്പെടുക എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.